പണിയെടുത്ത്. എവിടെ റിങ്കി? എവിടെ റിങ്കി കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കണം. ഇതുവരെ വന്നില്ലേ അവള്? ആ ഇല്ല, കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവള്. വന്നിട്ട് വേണം നമുക്ക് പോവാൻ. നീ എവിടെ പോണു? നിങ്ങൾ എവിടെ പോണത്? ഞങ്ങൾ ഷോപ്പിങ്ങിന് പോണം മാമ. ഷോപ്പിങ്ങിനാണ്? നീ അവനെ മുടിപ്പിക്കല്ലേ? ഓ പിന്നെ ഞാൻ എന്നാണ് അങ്ങനെ മുടിപ്പിച്ചിട്ടുള്ളത്? ഷോപ്പിംഗ് മാത്രമേ ഉള്ള അതാ? സിനിമയ്ക്കാണോ? ആ സിനിമയ്ക്കും ഷോപ്പിങ്ങിനൊക്കെ പോണത് കൊള്ളാം. കൂടുതൽ സന്തോഷിക്കല്ലേ, ചിലപ്പം ദുഃഖിക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞു കൊടു മാമ. എന്തൊന്നും മാമ ഒരു മേലെ ദുരന്തം വർത്താനം പറയണത്? നീ എന്ന് ചുമ്മാ എടി വിടുന്നത്. ഡാഡി പിള്ള അടിച്ച് കോൺ തിരിഞ്ഞു വല്ലതും പറഞ്ഞായിരിക്കും. ആവശ്യമില്ല സംസാരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇതുപോലെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു. ഇനി തർക്കം തുടങ്ങണ്ട. നീ പോ നിങ്ങൾ പോയിട്ടോ. കുറച്ചു നേരം കൂടെ റിങ്കി നോക്കണ്ടേ? വേണ്ട, റിങ്കി വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ പോക്കോ. ഇത് പോണില്ലേ? ആ പോണം, തുണി മാറുന്നുണ്ട്. മാമ എന്തോ മാമ ആവശ്യമില്ലാത്ത ഇങ്ങനെയൊക്കെ പറയണേ. ഇവ എന്റെ മോനാണ്. ഇവന്റെ ഉടായ്പൊക്കെ എനിക്കറിയാം. ഇവൻ ഉടായ്പിന്റെ ഉസ്താദാണ്, ഉസ്താദ്. അവൻ അങ്ങനെ ഉടായ്പൊന്നുമില്ല. പിന്നെ അല്ലറ ചില്ലറ കള്ളത്തരങ്ങളൊക്കെ അവനുണ്ട്. അത് കൊച്ചുനാൾ മുതലേ ഉണ്ട്. പക്ഷെ മാമ ചിന്നു എന്ന് വെച്ചാ അവന് ജീവനാണ്. തന്നെ മണി അവന് ഭയങ്കര കാര്യമാണ്. ജീവനാണ്. അപ്പൊ കണ്ടു പഠിക്കണം അതുപോലെയൊക്കെ ആണല്ലോ. നാണോ ഇല്ലല്ലോ മറ്റുള്ളവരെ പറ്റി പറയാൻ. അവനവന്റെ ഭാര്യ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും വല്ലതും വല്ലവന്റെ ഭാര്യ സ്നേഹിക്കണെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലോ ഓ ഭയങ്കര സ്നേഹമാണ്. മണി ആകെ പ്രശ്നമായി മാമ. വലിയ ആവശ്യമുണ്ടാണ്. മണിക്കുട്ടി സാർ, നമുക്കിത് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു ലോണാണ് സാർ. നല്ല വില മതിക്കുന്ന സ്ഥലമല്ലേ സാർ അവര് കൊളാക്ടർ സെക്യൂരിറ്റി വന്നിരിക്കുന്നത്. അതും സിറ്റിക്ക് നടുക്കല്ലേ. അതെ സാർ, ഞാനൊരു കാര്യം ചെയ്യാം. രതീഷിനെ വിളിച്ചിട്ട് ഒന്നുകൂടി സൈറ്റ് ഇൻസ്പെക്ട് ചെയ്ത് നല്ലൊരു വെരിഫിക്കേഷൻ നടത്താൻ പറയാം സാർ. അതേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ 2 ഗവൺമെന്റ് എംപ്ലോയിയുടെ ഷൂറിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട് സാർ. ഇതാണ് നല്ലത്. ബാങ്കിന് റിസ്ക് ഇല്ല. അതെ സാർ, കുഴപ്പമില്ല. ഇല്ലില്ല, ഞാൻ സ്പീഡപ്പ് ചെയ്യാം. ഇല്ലില്ല, ശരി സാർ. ഓ മണി, എനിക്ക് വിശപ്പില്ലല്ലോ. എനിക്ക് വിശക്കുന്നു. നീ കഴിച്ചൂടെ? അവിടെ ഇരുന്ന് കഴിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. നീ ഇവിടെ ഇരുന്ന് കഴിക്കും. ഇവിടെ ഇരിക്കാം, കഴിക്കുകയും ചെയ്യാം. പക്ഷേ ദയവായിട്ട് എനിക്ക് വാരി തരണം. ഞാൻ വാരി തരാം. കഴിക്കാൻ പറ്റി? കഴിക്കൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ വാരി തരാം. സ്നേഹമുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യയ്ക്ക് ഭക്ഷണമൊക്കെ വാരി തരും. അയ്യേ, അതൊക്കെ കഥയിലും സിനിമയിലും നാടകത്തിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഞാൻ വാരി തരണം ഇപ്പൊ? കഥയിലും സിനിമയിലൊക്കെ ഉള്ളതേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നീ എന്തോന്ന് പറയണം മണി? എന്തു പറയണ? അയ്യേ, ആ പിള്ളേരാരും കണ്ട നാണക്കേടാ. കണ്ട എന്റെ ഭർത്താവ് എനിക്ക് ഭക്ഷണം വാരി തന്നതിന് ആർക്കാണ് പ്രശ്നം? പിള്ളേര് കണ്ട എന്താ? പിള്ളേര് സ്നേഹം പഠിക്കട്ടെ. ഇത്ര നാൾ ഇല്ലാത്തൊരു ശീലം കൊണ്ടുവരണം. എന്നെ തന്നെ കഴിച്ചാ രവിയേട്ടാ, എന്നോട് സ്നേഹമുണ്ടോ? ഇത് വാരി തന്നാലേ നിന്നോട് സ്നേഹമുള്ളൂ. എന്നോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ? നിന്നോട് സ്നേഹം ഇല്ലേ? പിന്നെ ഉള്ള സ്നേഹം കാണിക്കണം. അല്ലെങ്കിൽ ഞാൻ മരിച്ച നിങ്ങൾ എന്റെ പുഴയെ കൊണ്ട് ഒഴുക്കും ആ സ്നേഹത്തിനെ മൊത്തം. പുഴയെ കൊണ്ടുപോകാനാ? നീ എന്തൊക്കെ പറയണേ? അല്ല, ഇത്ര മാത്രം പറയാനായിട്ട് ഇവിടെ എന്തുണ്ടായി? ഇത്ര മാത്രം പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വീട്ടിൽ തന്നെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ സ്നേഹപ്രകടനമൊക്കെ ഈ വീട്ടിൽ തന്നെ നടക്കുന്നുണ്ട്. വന്ന് കാണണം കണ്ണു തുറന്ന്. എന്തോ നടക്കണെന്നാ നീ പറയണത്? ചെന്ന് നോക്ക്. വാ. എവിടെ? ഇവിടെ എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റൂല. ഇങ്ങോട്ട് വാ. ശല്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒരു കാര്യത്തിനൊന്നും വിളിച്ചോണ്ട് വരാൻ തിരിച്ച ചെരിപ്പൊന്നും വേണ്ട. വാ. नील नीले अंबर पर चांद जब आए, प्यार बरसाए, हमको तरसाए, ऐसा कोई साथी हो, ऐसा कोई प्रेमी हो. ഒരിക്കലില്ല. ആണ്. നീ ഈ പാട്ട് തമിഴ് പാട്ടല്ലേ? തമിഴ് പാട്ടല്ലേ? ഞാൻ ഹിന്ദിയിലാണ്. നിന്റെ കൈക്ക് എന്ത് പറ്റി ചിന്നു? ഒന്നും പറ്റില്ല. ഒന്നും പറ്റില്ല. പിന്നെ അവൻ വാരി തരണം. അത് സ്നേഹം. അല്ല, അവള് മൈലേജ് ഇടാൻ പോണെന്ന്. അതെ, നിനക്ക് ഇതൊക്കെ വാരി കൊടുക്കാൻ മുറുക്കാത്തിനും ചെയ്തു. ഞാൻ കഴിക്കണോണ്ട് അണ്ണൻ എന്താണ് കുഴപ്പം? നീ കഴിക്കണോണ്ട് കുഴപ്പമില്ല. എനിക്ക് സൗകര്യം ഇല്ലെന്ന്. ഞാൻ കഴിക്കണോണ്ടാ? മോളെ നീ അകത്ത് വാരി. അവർക്ക് എന്താ മാരകമായിട്ടുള്ള അസുഖം? മാരകമായിട്ട് അസുഖം? എന്തൊരു അസുഖം? നീ ആ ചിട്ടിക്കാരൻ മറ്റേ ഗോപി ഉണ്ടല്ലേ, അവന്റെ അടുത്ത് നീ പറഞ്ഞെന്താണ്? എന്റെ ഭാര്യയ്ക്ക് മാരകമായ അസുഖമാണ്, അതുകൊണ്ട് എനിക്ക് പിന്നെ 25,000 രൂപ കടം വേണമെന്ന് നീ ചോദിച്ചാടാ. നീ വാങ്ങിച്ചവന്റെ വാങ്ങിച്ചില്ലേ? നിനക്ക് നാണം ഉണ്ടാടാ?
ഭാര്യയ്ക്ക് അസുഖമൊന്നും പറഞ്ഞ് കണ്ടവനെന്നൊക്കെ പൈസ വാങ്ങിക്കാൻ എന്റെ അച്ഛൻ തരാത്തത് അച്ഛൻ തരാത്തുന്നു. അവളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സിനിമ അങ്ങേ ഇങ്ങേ ഹോട്ടല് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ കയ്യിന്ന് പൈസ വാങ്ങിച്ചത്. മാരകമായിട്ടുള്ള അസുഖം പോലും. മാമ ഇഡലി വേണോ? ഇഡലി ഒന്നും വേണ്ട എനിക്ക്. തോന്നടാ ഭാര്യയുടെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നത്, സന്തോഷം, സ്നേഹം. ഇങ്ങനെയാണ് ഭാര്യയെ സ്നേഹിക്കുന്നത് തന്നെ. കണ്ടവനെന്ന് പലിശയ്ക്ക് എടുത്താ കൊണ്ട് ടൂറോട് കൊണ്ട് കറങ്ങി അങ്ങനെയാ സ്നേഹം കാണിക്കുന്നത് ഭാര്യ എടുത്ത്. ഇത് ചേട്ടാ മാരകമായ അസുഖം എന്ന് പറയുമ്പോ പിന്നെ പൈസ കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ പറയണം. അല്ല ഭാര്യക്ക് ടൂർ പോകാൻ വേണ്ടി കുറച്ച് പൈസ തരാൻ പറഞ്ഞ അയാൾ തരും. കണ്ട ഇങ്ങനെയാണ് ഭാര്യ സ്നേഹിക്കാൻ. ശരിയാണ് അച്ഛാ, എനിക്കൊരു തെറ്റ് പറ്റി. ചിന്നുവിന് വയ്യെന്ന് ഞാൻ പറയണ്ടായിരുന്നു. അവരെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ഉടുത്തേക്കിട്ടവന് നിന്നെ ഞാൻ ചേട്ടാ ഇഡലി. ചേട്ടാ ഇഡലി എന്തൊരു അഭിനയമായിരുന്നു. മണി ഇപ്പൊ മനസ്സിലായ? എടി സ്നേഹം എന്ന് പറഞ്ഞാലേ ഒരു കരുതലാണ്, അത് കുടുംബത്തെ നോക്കുന്നതാണ്. മനസ്സിലായ? പിന്നെ നിനക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് നിന്നോട് സ്നേഹക്കുറവുണ്ടെന്ന്? ഇല്ലല്ല. അല്ലെ ഇതുപോലെ ഞാൻ സ്നേഹിക്കണോ? വേണ്ട. എന്തായാലും നീ ആഗ്രഹിച്ചൊരു കാര്യം പറഞ്ഞല്ലേ, ഞാനേ നിനക്ക് വാരിത്തരാം. ഇതിനാകുമ്പോ കാശ് ചെലവില്ല.